ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. സദ്യയ്ക്ക് ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് നമ്മൾ മെയിനായിട്ടും സാമ്പാറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സാമ്പാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാമെങ്കിലും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ബിഗിനേഴ്സിനും അതുപോലെ ബാച്ചിലേഴ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഈ സാമ്പാറിൽ വറവ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതാണ് ഈ സാമ്പാറിനെ അടിപൊളിയാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാമ്പാറിൽ ചേർക്കേണ്ട മസാലപ്പൊടികൾ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിന് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിത് ബ്രാഹ്മിൺസ് സാമ്പാർ പൗഡറാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ബ്രാഹ്മിൺസ് സാമ്പാർ പൊടി ഉപയോഗിച്ചാൽ കായം ചേർക്കേണ്ട ആവശ്യമില്ല. കായപ്പൊടിയോ കായം ചേർക്കേണ്ട ആവശ്യമില്ല. അതിൽ ആവശ്യത്തിന് കായം ചേർത്തിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ കുറച്ച് കായം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നേരിയ ചൂടിൽ, അതായത് നേരിയ ഫ്ലെയിമിൽ ഈ പൗഡറൊക്കെ ഒന്ന് ചൂടായി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ചൂടാകണം. ചൂടായ മണമെന്ന് വന്നാൽ മതി. കൂടുതൽ അങ്ങോട്ട് മൊരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഈ മസാലകളൊക്കെ ചൂടായി കഴിയുമ്പോഴേക്കും നല്ല മണം വരും. അപ്പോൾ തന്നെ സാമ്പാർ വെച്ച മണം തന്നെ ആയിരിക്കും. അപ്പോൾ പൗഡർ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിത് മാറ്റി വയ്ക്കാം. അടുപ്പിലേക്കൊരു മൺചട്ടി വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ് അത് ചേർക്കുന്നുണ്ട്. ചിലർ തക്കാളി ചേർക്കാറില്ല. ഞാനിതിൽ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു പച്ചക്കായ. ചേന എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചക്കായ കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർക്കുക. പിന്നെ മുരിങ്ങക്കായ, പിന്നെ ഒരു 3 കോവക്ക ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിൽ വെള്ളരിക്ക എനിക്ക് കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കോവക്ക ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ കൊത്തമര അത് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാള ഞാൻ വലുതാക്കി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എരിവിന് 1 ചേർത്തിട്ടുള്ളൂ. നമ്മളുടെ മസാലയ്ക്കൊക്കെ എരിവുള്ളതാണ്, അതുകൊണ്ട് പച്ചമുളക് 1 ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. അത് ചേർത്താൽ ഈ സാമ്പാറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് അതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച മസാല, മൂപ്പിച്ചതല്ല, അത് വെറുതെ ഒന്ന് ചൂടാക്കിയതാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൊടികളൊക്കെ നന്നായിട്ട് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കുക. ഞാനിപ്പോൾ ഏകദേശം 1.5 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. 1 കിലോ വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ മസാല അഴിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക. പാനിലുള്ള മസാല കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അഴിപ്പിച്ചിട്ട് നമുക്ക് വെജിറ്റബിളിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിളിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് മൂടി വെച്ച് വേവിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം മൂടി വെച്ച് നമുക്കിത് ഏകദേശം ഒരു പാതി വേവാവുന്നത് വരെ കുക്ക് ചെയ്യാം. നമ്മളിതിലേക്ക് മത്തങ്ങ, അതുപോലെ വെണ്ടക്കായ ഇതൊന്നും ചേർത്തിട്ടില്ല. അതൊക്കെ പിന്നീടാണ് ചേർക്കുന്നത്. ആദ്യമേ ചേർത്താൽ മത്തങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇത് പാതി വേവാവുന്നത് വരെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം പാതി വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മത്തങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മത്തങ്ങ കഷ്ണങ്ങളൊക്കെ ഞാൻ കുറച്ച് വലുതാക്കിയാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതൽ വെന്തുടഞ്ഞ് പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി മൂടി വെച്ച് നമുക്ക് ഈ മത്തങ്ങ കഷ്ണങ്ങളും കൂടി ഇതിൻ്റെ കൂടെ കിടന്ന് വേകാനായിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ അഴിപ്പിച്ചതാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് നമുക്ക് ഈ പുളിയൊക്കെ ഈ കഷ്ണങ്ങളിൽ പിടിക്കുന്നത് വരെ കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റണം. അതുവരെ മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക്
വെണ്ടക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ വെണ്ടക്ക കഷ്ണങ്ങൾ ചേർത്താൽ ഇതെല്ലാം വെന്തുടഞ്ഞ് പോകും. പിന്നെ വഴുക്കൽ വരും, അതായത് ഞോളപ്പ് വരും. അത് വരാതിരിക്കാൻ നല്ല തിളച്ച ഇതിലേക്ക് നമ്മൾ ഇറക്കാറാകുമ്പോഴേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് വറുത്തിടാനുള്ളത് റെഡിയാക്കി എടുക്കാം. ഞാനൊരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ഒരു 2 ടീസ്പൂൺ ഉണക്കലരി ചേർത്ത് പൊട്ടിച്ചെടുക്കുക. വെള്ളയോ അല്ലെങ്കിൽ ചുവന്ന അരിയോ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ കുത്തരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇത് പൊട്ടിച്ചെടുക്കുക. ഈ അരിയെല്ലാം നന്നായിട്ട് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം പൊട്ടി തീരാറാവുമ്പോഴേക്കുമാണ് കടുക് ചേർക്കേണ്ടത്. അപ്പോൾ ഈ കടുകും കൂടി ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് പൊട്ടിക്കിട്ടും. ഇപ്പോൾ കടുകൊക്കെ ഏകദേശം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വട്ടത്തിലരിഞ്ഞ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഉള്ളിയൊക്കെ ഏകദേശം യെല്ലോ കളറാകുന്നത് വരെ വഴറ്റി കൊടുക്കണം. അരി വറുത്ത് ചേർക്കുന്നത് കൊണ്ട് ഈ സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഈ അരി വറുത്ത് ചേർത്തിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഉള്ളിയൊക്കെ മുരിഞ്ഞതിന് ശേഷം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ഇതിലേക്ക് ഈ സമയത്ത് ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം. ഞാനത് ചേർക്കുന്നില്ല. വെണ്ടക്ക ചേർത്ത് സാമ്പാർ വേഗം വെച്ചിട്ട് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടക്ക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോയിട്ടില്ല, കണ്ടോ? ഇതുപോലെ ഇരിക്കും. നമ്മൾ ആദ്യമേ വെണ്ടക്ക ചേർത്താൽ അതെല്ലാം അലിഞ്ഞു പോയിട്ട് ഞോളപ്പൊക്കെ വരും. ഇതിലേക്ക് ഇനി ഞാനൊരു 1/4 കപ്പ് പരിപ്പ് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർക്കാം. ഏത് പരിപ്പ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. സാമ്പാർ പരിപ്പ് ചിലർ കടലപ്പരിപ്പ് വേവിച്ച് ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ പീസ് പരിപ്പാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. സാമ്പാർ പരിപ്പ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പരിപ്പ് ചേർക്കുന്നത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പരിപ്പൊക്കെ നന്നായിട്ട് ഈ സാമ്പാറുമായിട്ട് മിക്സപ്പ് ആകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് തിളച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. മല്ലിയില ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിയിലേക്ക് നന്നായിട്ട് സാമ്പാറുമായിട്ട് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറവ് ചേർത്ത് കൊടുക്കാം. അരി, പിന്നെ കടുക്, ഉള്ളി, വേപ്പില ഇതെല്ലാം മൂപ്പിച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് നമുക്ക് എപ്പോഴാണോ ഇത് ആവശ്യം ആ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. വറവ് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത് കേട്ടോ. കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ മൂടി വെക്കണം. ഒരു 10 മിനിറ്റെങ്കിലും മൂടി വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മളുടെ അടിപൊളി സാമ്പാർ ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വറവ് റെഡിയാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഉണക്കലരി ആദ്യം പൊട്ടിച്ചിട്ട് കടുക് ചേർത്ത് ഉള്ളി വറുത്ത് നിങ്ങളിതിൽ ചേർത്ത് നോക്കാം കേട്ടോ. സാമ്പാറിൽ ചേർത്ത് ഉണ്ടാക്കിയാൽ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.